എന്തുകൊണ്ട് ഞാൻ? എന്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഈയൊരു ചോദ്യം ഒരിക്കലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരു തീക്കനൽ പോലെ എരിഞ്ഞിട്ടില്ലേ? ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടും ആരെയും ദ്രോഹിക്കാതെ ജീവിച്ചിട്ടും അപ്രതീക്ഷിതമായി ജീവിതത്തിലേക്ക് ഒരു ദുരന്തം കടന്നു വരുമ്പോൾ നമ്മൾ നിസ്സഹായരായി ചോദിച്ചു പോകും. ഒരു തെറ്റും ചെയ്യാത്ത പിഞ്ചുകുഞ്ഞിന് ക്യാൻസർ പോലുള്ള മാരകമായ രോഗം വരുമ്പോൾ, വർഷങ്ങളോളം കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്ത ബിസിനസ് കൺമുന്നിൽ തകർന്നടിയുമ്പോൾ, നമ്മൾ ജീവന് തുല്യം സ്നേഹിച്ച ഒരാൾ ഒരു വാക്കുപോലും പറയാതെ നമ്മൾ വിട്ടുപോകുമ്പോൾ, ഈ ചോദ്യം ഒരു ഭ്രാന്ത് പോലെ നമ്മളെ വേട്ടയാടും. നമ്മൾ ദൈവത്തോട് കലഹിക്കും, വിധിയെ പഴിക്കും, ചിലപ്പോൾ ലോകത്തോട് മുഴുവൻ വെറുപ്പ് തോന്നും. ഈ ചോദ്യങ്ങൾ ചോദിച്ച് തളർന്നിരിക്കുന്ന, ഉത്തരം കിട്ടാതെ ഉഴലുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ചിന്തയെ തന്നെ മാറ്റിമറിച്ചേക്കാം. കാരണം യഥാർത്ഥ പ്രശ്നം ഈ ദുരന്തങ്ങളല്ല, മറിച്ച് അതിനോടുള്ള നമ്മുടെ സമീപനമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തരായ മനുഷ്യർ മനസ്സിലാക്കിയ ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം തിരിച്ചറിഞ്ഞാൽ ഏതു വേദനയുടെ കൊടുമുടിയിൽ നിന്നും താഴേക്ക് പതിക്കാതെ അതിനെ അതിജീവിക്കാനുള്ള ഒരു പുതിയ ശക്തി നിങ്ങൾക്ക് ലഭിക്കും. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ കെണി നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ ഈ കെണിയിൽ വീണുപോകാറുണ്ട്. ചുറ്റുമുള്ള യുദ്ധം, രോഗങ്ങൾ, ദാരിദ്ര്യം, കഷ്ടപ്പാടുകൾ ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ചോദിച്ചു പോകും, ദൈവമേ, നീ സർവശക്തനും സ്നേഹസമ്പന്നനുമാണെങ്കിൽ എന്തുകൊണ്ടിതൊന്നും തടയുന്നില്ല? ഈ ചോദ്യം ഒരു വിഷവൃക്ഷം പോലെയാണ്. അതിൻ്റെ വേരുകൾ നമ്മുടെ ചിന്തകളെ 3 നിഗമനങ്ങളിലേക്ക് പടർത്തുന്നു. ഒന്നുകിൽ ദൈവം ഒരു ക്രൂരനാണ്, ഒരു കുട്ടി ഉറുമ്പുകളെ തീയിട്ട് രസിക്കുന്നത് പോലെ നമ്മുടെ വേദനകൾ കണ്ട് രസിക്കുന്ന ഒരു സാഡിസ്റ്റ്. അല്ലെങ്കിൽ ദൈവം ദുർബലനാണ്, സ്നേഹമൊക്കെയുണ്ട്, പക്ഷേ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത പവർലെസ് ആയ ഒരാൾ. അതുമല്ലെങ്കിൽ ഏറ്റവും ഭയാനകമായ ചിന്ത, നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ശ്രദ്ധയില്ലാത്ത, തികച്ചും സ്വാർത്ഥനായ, ഇൻഡിഫറൻ്റായ ഒരു ശക്തി. ഈ ചിന്തകൾ നമ്മളെ ഒരു ഇരയുടെ മാനസികാവസ്ഥയിലേക്ക് തള്ളിവിടും. എൻ്റെ വിധി ഇതാണ്, എൻ്റെ ജീവിതം ഒരു പരാജയമാണ് എന്നൊക്കെ നമ്മൾ വിശ്വസിച്ചു തുടങ്ങും. ചുറ്റുമുള്ളവർ എല്ലാം ശരിയാകും, ധൈര്യമായിരിക്കുക, ദൈവം നിന്നെ പരീക്ഷിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദേഷ്യം വരും. കാരണം ആഴത്തിലുള്ള മുറിവിന് ഇത്തരം ഉപരിതലപ്പുളമായ വാക്കുകൾ മരുന്നാകില്ലെന്ന് നമുക്കറിയാം. ഈ കെണിയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ നിറങ്ങൾ മാഞ്ഞുപോകും, പ്രതീക്ഷ നഷ്ടപ്പെടും, ലോകം മുഴുവൻ നമുക്കെതിരെയാണെന്ന തോന്നലുണ്ടാകും. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ആഴത്തിലുള്ള വേദനകൾക്ക് ഒരു എളുപ്പമുള്ള ഉത്തരം നൽകാനല്ല, മറിച്ച് ഉത്തരങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ തളർന്നുപോകാതെ പിടിച്ചു നിൽക്കാനുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് പങ്കുവയ്ക്കാനാണ് ഈ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു രഹസ്യം. എന്നാൽ ഈ ചോദ്യങ്ങളോടുള്ള ശരിയായ സമീപനം ഒളിഞ്ഞിരിക്കുന്നത് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു പുരാതന കഥയിലാണ്. ജോബ് എന്നൊരു മനുഷ്യന്റെ കഥ. ഒരു തെറ്റും ചെയ്യാത്ത, എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ട, തികഞ്ഞ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് എല്ലാം ഉണ്ടായിരുന്നു: സ്നേഹനിധിയായ കുടുംബം, കുന്നോളം സമ്പത്ത്, പൂർണ്ണ ആരോഗ്യം, സമൂഹത്തിൽ വലിയ ബഹുമാനം. അദ്ദേഹത്തിൻ്റെ ജീവിതം സന്തോഷത്തിൻ്റെ പര്യായമായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഒരു കൊടുങ്കാറ്റ് പോലെ ദുരന്തങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നു. ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ മരിച്ചു, സമ്പാദ്യം മുഴുവൻ നശിച്ചു, ശരീരം മുഴുവൻ വേദന നിറഞ്ഞ ചൊറി പിടിച്ച വ്രണങ്ങൾ കൊണ്ട് മൂടി. ഇന്നലെ വരെ ബഹുമാനിച്ചവർ അദ്ദേഹത്തെ ആട്ടിപ്പായിച്ചു. സ്വന്തം ഭാര്യ പോലും ദൈവത്തെ തള്ളിപ്പറഞ്ഞു മരിക്കൂ എന്ന് പറഞ്ഞു. ഉറ്റ സുഹൃത്തുക്കൾ ആശ്വസിപ്പിക്കാൻ വന്നെങ്കിലും അവരുടെ ബുദ്ധിപരമായ ന്യായവാദങ്ങളും തത്വചിന്തകളും അദ്ദേഹത്തിൻ്റെ വേദനയെ കൂട്ടുകയല്ലാതെ കുറച്ചില്ല. ഒടുവിൽ സഹിക്കെട്ട് ചാരത്തിൽ കിടന്നുകൊണ്ട് അദ്ദേഹം ആകാശത്തേക്ക് നോക്കി അലറി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ നിരപരാധിയാണ്, പിന്നെ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു? എനിക്കൊരു വിശദീകരണം തരണം. അപ്പോൾ ഒരു കൊടുങ്കാറ്റിൽ നിന്ന് ദൈവത്തിൻ്റെ മറുപടി വന്നു. അതൊരു വിശദീകരണമായിരുന്നില്ല, മറിച്ച് മനുഷ്യന്റെ അഹന്തയെ തകർക്കുന്ന ഒരു കൂട്ടം ചോദ്യങ്ങളായിരുന്നു. ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? സമുദ്രത്തിന് അതിര് നിശ്ചയിച്ചത് നീയാണോ? നക്ഷത്രങ്ങളെ അവയുടെ സ്ഥാനത്ത് നിർത്തിയത് നീയാണോ? പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള ജ്ഞാനവും ശക്തിയും നിനക്കുണ്ടോ? ദൈവം ജോബിന്റെ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല,
മറിച്ച് ആ ചോദ്യം എത്ര ചെറുതാണെന്ന് അവനെ ബോധ്യപ്പെടുത്തി. അതിന്റെ അർത്ഥം ഇതായിരുന്നു: നിന്റെ ചെറിയ ബുദ്ധി കൊണ്ട് അളക്കാൻ ശ്രമിക്കുന്നതിലും അപ്പുറമാണ് എന്റെ പദ്ധതികൾ. എല്ലാം എന്റെ നിയന്ത്രണത്തിലാണ്. എന്നിൽ വിശ്വസിക്കുക. ചില കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിലല്ല, മറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളെപ്പോലും നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിലാണ് യഥാർത്ഥ സമാധാനം കുടികൊള്ളുന്നത്. ചോദ്യം മാറ്റുക, ജീവിതം മാറും. ഇവിടെയാണ് ആ വലിയ രഹസ്യം, ആ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് വരുന്നത്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ദൈവം എന്തിനിത് സംഭവിക്കാൻ അനുവദിക്കുന്നു എന്നല്ല. അതിന്റെ പൂർണ്ണമായ ഉത്തരം ഒരുപക്ഷെ ഈ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചില്ലെന്ന് വരാം. നമ്മൾ ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം ഇതാണ്: ഇതിനോടുള്ള എൻ്റെ റെസ്പോൺസ് എന്തായിരിക്കണം? ഈ ഒരു ചോദ്യമാറ്റം നിങ്ങളുടെ കയ്യിലേക്ക് ശക്തി തിരികെ നൽകും. നിങ്ങളൊരു ഇരയല്ല, മറിച്ച് നിങ്ങളുടെ പ്രതികരണത്തെ തിരഞ്ഞെടുക്കാൻ കഴിവുള്ളൊരു പോരാളിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയും. ചുറ്റും കാണുന്ന ദുരിതങ്ങളോട് ഞാൻ എങ്ങനെ പ്രതികരിക്കും? ഇരുട്ടിനെയും ലോകത്തെയും ശപിച്ചിരിക്കുമോ? അതോ എനിക്ക് കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ മെഴുകുതിരി കത്തിക്കുമോ? മറ്റൊരാളുടെ കണ്ണീരൊപ്പാൻ ഞാൻ എൻ്റെ കൈകൾ നീട്ടുമോ? എൻ്റെ പ്രിയപ്പെട്ടവർക്കൊരു വിഷമം വരുമ്പോൾ ഞാനെന്തു ചെയ്യും? നിന്റെ തലവിധിയെന്ന് പറഞ്ഞ് മാറി നിൽക്കുമോ? അതോ ഒന്നും മിണ്ടാതെ അവരുടെ വേദനയിൽ പങ്കുചേർന്ന് ആ സാന്നിധ്യം കൊണ്ട് അവർക്ക് ധൈര്യം നൽകുമോ? എൻ്റെ സ്വന്തം മനസ്സിനെ വേദനിപ്പിക്കുന്ന ചിന്തകൾ വരുമ്പോൾ ഞാനെന്തു ചെയ്യും? ആ വേദനയുടെ ചുഴിയിൽ മുങ്ങിത്താഴാൻ ഞാൻ എന്നെ തന്നെ അനുവദിക്കുമോ? അതോ വേദനയുണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ അതിനെ അതിജീവിക്കാൻ ഞാൻ പരിശ്രമിക്കുമോ? ഭയാനകമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നത് 100% നമ്മുടെ കയ്യിലാണ്. പ്രതികാരവും വെറുപ്പുമല്ല, സ്നേഹവും കരുണയുമാണ് ഏറ്റവും ശക്തമായ പ്രതികരണം. ഒരു മഹത്തായ കഥയിൽ ലോകത്തിലെ സകല ദുരിതങ്ങളെയും കുറിച്ച് ഒരാൾ ഒരു ജ്ഞാനിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ആ ജ്ഞാനി ഒരു വാക്കുപോലും മറുപടി പറഞ്ഞില്ല. പകരം ആ മനുഷ്യനെ അഗാധമായ സ്നേഹത്തോടെയും കരുണയോടെയും നോക്കി. ആ നോട്ടം ഒരു വാദപ്രതിവാദത്തേക്കാൾ ശക്തമായിരുന്നു. വെറുപ്പിനും വേദനയ്ക്കുമുള്ള ഏറ്റവും ശക്തമായ പ്രതികരണം സ്നേഹവും കരുണയുമാണെന്ന് അദ്ദേഹം നിശബ്ദമായി പഠിപ്പിച്ചു. നിങ്ങളുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയുക. അപ്പോൾ ശരിയായ ചോദ്യം ഇതാണ്: വേദനയുടെ മധ്യത്തിൽ നിങ്ങൾ വെറുപ്പും നിരാശയും കൊണ്ട് പ്രതികരിക്കുമോ? അതോ സ്നേഹവും കരുണയും കൊണ്ട് അതിനെ നേരിടുമോ? നിങ്ങൾ അതിന് കീഴടങ്ങുമോ? അതോ അതിനെ അതിജീവിക്കുമോ? ഈ യാത്ര ഒരിക്കലും എളുപ്പമുള്ളതല്ല. ചില ദിവസങ്ങളിൽ നമ്മൾ തളർന്നു പോകും. ഒരുപക്ഷെ ഒറ്റയ്ക്ക് നമുക്കിത് സാധിച്ചെന്നും വരില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്: നമ്മൾ ഒറ്റയ്ക്കല്ല. നമുക്ക് താങ്ങായി ഒരു ശക്തിയുണ്ട്. ഒപ്പം ഇതേ അവസ്ഥയിലൂടെ, ഇതിലും വലിയ ദുരിതങ്ങളിലൂടെ കടന്നുപോയ കോടിക്കണക്കിന് മനുഷ്യരുടെ മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. അവരോരോരുത്തരും നമ്മളെ നോക്കി പറയുന്നതായി സങ്കൽപ്പിക്കുക: പേടിക്കണ്ട, ഈ വേദന ഞങ്ങൾക്കും അറിയാം. പക്ഷേ ഞങ്ങൾ അതിജീവിച്ചു. നിനക്കും സാധിക്കും. നമുക്കൊരുമിച്ച് ഇതിനെ നേരിടാം. യു ക്യാൻ ഡു ഇറ്റ്. ഈ ഒരു ചിന്ത നിങ്ങളുടെ കാഴ്ചപ്പാടിനെ അല്പമെങ്കിലും മാറ്റിമറിച്ചെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. കാരണം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി വിഷമിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ടാകാം. ജീവിതത്തിലെ വെല്ലുവിളികളെ നിങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റും സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന മറ്റൊരാൾക്ക് പ്രചോദനമായേക്കാം. നമുക്ക് പരസ്പരം പഠിക്കാം, ഒരുമിച്ച് വളരാം. ഇതുപോലുള്ള പവർഫുള്ളായ വീഡിയോകൾ തുടർന്നും കാണുവാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.